വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഷഹീറ സെമെ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമേരിക്കൻ ക്രേപ്പിൻ്റെ പ്ലെയിൻ മെറ്റീരിയലുമായിട്ടാണ് കേട്ടോ. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 41 ഇഞ്ചാണ്. അപ്പം നമ്മൾ ലൈനിങ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. അതെല്ലാം നമുക്ക് ഫ്രോക്കോ ടോപ്പോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാവുന്ന നല്ല ക്വാളിറ്റിയിൽ തന്നെ വരുന്ന പ്ലെയിൻ ഫാബ്രിക്കാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിലുള്ള ആലുവ കീഴ്മാടാണ്. കീഴ്മാട് പഞ്ചായത്ത് ജംഗ്ഷനിൽ റോയൽ ബേക്കറിയുടെ അടുത്തായിട്ടാണ് കേട്ടോ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ മെറ്റീരിയൽ എടുക്കേണ്ട മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2 മീറ്റർ ആയിരിക്കും. അപ്പം നിങ്ങൾ 2 മീറ്റർ മുതൽ 10 മീറ്ററിൻ്റെ ഉള്ളിൽ എടുക്കുവാണെങ്കിൽ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് പെർ മീറ്ററിന് 45 രൂപയായിരിക്കും. അതിന് വരുന്ന ഷിപ്പിംഗ് ചാർജ് 30 രൂപയായിരിക്കും കേട്ടോ. അത് നിങ്ങൾ 2 മീറ്റർ എടുത്താലും 9.5 മീറ്റർ എടുത്താലും അതിൻ്റെ റേറ്റ് വരുന്നത് 45 രൂപ പെർ മീറ്ററിന് വെച്ചിട്ടായിരിക്കും. ഷിപ്പിംഗ് ചാർജ് വരുന്നത് 30 രൂപയുമായിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് 10 മീറ്ററോ അതിൽ കൂടുതലോ എടുക്കുകയാണെങ്കിൽ ഈ 45 എന്ന് പറയുന്ന മീറ്റർ റേറ്റ് വരുന്നത് നേരെ 38 ആയിട്ട് മാറും. പിന്നെ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് എന്ന് പറയുന്നത് ആസ് പെർ വെയിറ്റ് അനുസരിച്ചായിരിക്കും. അതായത് നിങ്ങൾ എത്ര മീറ്റർ എടുക്കുന്നോ അതിൻ്റെ ടോട്ടൽ വെയിറ്റ് നോക്കിയിട്ട് അതനുസരിച്ചുള്ള കൊറിയർ ചാർജ് ആയിരിക്കും ഞങ്ങൾ ഈടാക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ 10 മീറ്റർ എടുക്കുമ്പോൾ ഈ ഒരു കളറിൽ നിന്ന് തന്നെ 10 മീറ്റർ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ നിന്ന് 10 മീറ്റർ എടുത്താലും മതിയാവും കേട്ടോ. അത് നിങ്ങളുടെ ചോയ്സാണ്. 2 മീറ്റർ വെച്ചിട്ട് ഇപ്പം നിങ്ങൾ 5 കളറിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നിച്ച് 10 മീറ്റർ ആക്കാം. അതല്ല നിങ്ങൾക്ക് ഓരോ കളറിൽ നിന്നും 5 മീറ്റർ വെച്ച് ഇപ്പോൾ 20-30 മീറ്ററൊക്കെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലെയിൻ ഫാബ്രിക് ഇപ്പോൾ ഒരുപാട് പേര് ജിൽബാബില്ലേ, നമ്മുടെ പ്രെയർ ഡ്രസ്സ്, അത് തയ്ക്കാൻ എടുക്കുന്നുണ്ട് കേട്ടോ. 4 മീറ്ററിലൊക്കെയാണ് അത് തയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഓരോ കളറിൽ നിന്നും 4 മീറ്റർ വെച്ചിട്ടൊക്കെ ഓർഡർ തരാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ആവശ്യം ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഓർഡർ തന്നോളൂ കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള അമേരിക്കൻ ക്രേപ്പ് മെറ്റീരിയലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. കൂടാതെ നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൈറ്റിൽ കയറി നോക്കിയാൽ ആ ഒരു മെറ്റീരിയലിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാ മെറ്റീരിയൽസിൻ്റെയും ഫോട്ടോസ് അവൈലബിൾ ആണ്. അതനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതുമൊക്കെ ഓർഡർ തരാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അമേരിക്കൻ ക്രേപ്പ് മെറ്റീരിയലിൻ്റെ പ്ലെയിൻ ഫാബ്രിക് ആണെന്ന് പറഞ്ഞല്ലോ ഞാൻ കാണിക്കുന്നത്. അതിൽ നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഫസ്റ്റ് വൺ കാണിക്കുന്നത്. അപ്പോൾ ഈ ക്രേപ്പ് എന്ന് പറയുന്ന ഈ മെറ്റീരിയൽ ഒട്ടും തന്നെ നിഴലടിപ്പില്ല കേട്ടോ. അതേ കൈ വെച്ച് കാണിച്ചുതരാം. ഒട്ടും നിഴലടിപ്പില്ലാത്ത മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് ജിൽബാബൊക്കെ തയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് ഫ്രോക്കോ പലാസോ പാൻറ്റോ ഏത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ലൈനിങ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ലൈനിങ് ആയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഫാബ്രിക് അല്ല. അതായത് തീരെ നൈസായിട്ടുള്ള ക്രേപ്പ് മെറ്റീരിയൽ അല്ല കേട്ടോ ഇത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്രേപ്പ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കളർ കണ്ടല്ലോ, നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള പീക്കോ ഗ്രീൻ ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് പെർ മീറ്ററിന് 45 രൂപയാണ്. അതുപോലെ തന്നെ വിഡ്ത്ത് 41 ഇഞ്ചായിരിക്കും. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കളേഴ്സൊക്കെ ഒന്ന് കാണാം. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ കളറാണ് കേട്ടോ. നമ്മുടെ സ്കൈ ബ്ലൂ ഒക്കെ ഇല്ലേ, ആ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് ഭയങ്കര ഡാർക്കും ലൈറ്റും അല്ലാത്ത ഒരു ഒലി ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗ്രേപ്പ് കളറാണ് കേട്ടോ. നെക്സ്റ്റ് വൺ നല്ലൊരു ബിസ്ക്കറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അടുത്തത് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ചോക്ലേറ്റ് ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ നല്ല ഡാർക്ക് ആയിട്ടുള്ള ആഷ് കളർ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ്. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഷെയ്ഡാണ്. അടുത്തത് ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഓനിയൻ ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് വൺ നല്ലൊരു സാഫയർ ഗ്രീൻ ഷെയ്ഡാണ്. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ലൈറ്റ് ഷെയ്ഡാണ്, ലൈറ്റ് മിൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ്. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡും ഒരു മജന്ത കളറും കൂടിയ ഒരു ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് കളർ നല്ല ഡാർക്ക് ആയിട്ടുള്ള മിൻറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. നെക്സ്റ്റ് കളർ നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ആഷ് കളറാണ്. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു കോറൽ പീച്ചാണ്. അപ്പോൾ ഇപ്പോൾ കാണിച്ചത് സാമ്പിൾസ് മാത്രമാണ് കേട്ടോ. ഇനി ഒരുപാട് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സെയിം മെറ്റീരിയൽ തന്നെ, സെയിം ക്വാളിറ്റി, സെയിം പ്രൈസ്, സെയിം വിഡ്ത്തിൽ വരുന്നത്. അപ്പോൾ വിഡ്ത്തും പ്രൈസും കാര്യങ്ങളും ഒക്കെ ഞാൻ ആദ്യം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും അത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റായിട്ട് കേൾക്കാം കേട്ടോ. അപ്പോൾ റേറ്റും ഒക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഫോട്ടോസ് എല്ലാ കളേഴ്സിനും നമ്മൾ എടുത്തിട്ടില്ല. ഒരുവിധപ്പെട്ട കളറൊക്കെ മാത്രമേ നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഫോട്ടോയിൽ നിന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ ആ ഉള്ള കളേഴ്സ് നമ്മൾ ഇട്ട് തരാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ഇന്ന കളർ എന്ന് പറഞ്ഞാൽ അതനുസരിച്ച്
അനുസരിച്ച് നമ്മൾ അതിനോട് മാച്ചിങ് ആയിട്ടുള്ള കളർ വെച്ചിട്ടും അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.